ഹലോ, ഇന്നൊന്ന് പുറത്തു പോയാലോ? അമ്മയ്ക്കൊപ്പം ഒരു ഷോപ്പിങ്ങിനായി പോവാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനും അമ്മയും ഇതേപോലെ എങ്ങോട്ടേലും പോവാറുണ്ട്. ചിലപ്പം കൊല്ലം ബീച്ചിലൊക്കെ പോയി പാർക്കിലൊക്കെ കയറി ഒന്ന് കറങ്ങി വരും. ആദ്യം തന്നെ ഷോപ്പിങ്ങിനായിട്ടുള്ള ഇന്ധനമൊക്കെ നിറച്ച് നെടുമൺകാവിലോട്ടാണ് കേട്ടോ പോകുന്നത്. ദിനം പ്രതി വില കയറി വരുന്നൊരു സാധനം വാങ്ങിക്കാനായിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഇത്രയും തേങ്ങ കണ്ടപ്പോഴത്തേക്ക് അമ്മ കുറെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് വല്ല ചായയും വേണോന്ന്. അങ്ങനെ അമ്മയുടെ ചെലവിൽ ഒരു ചായയും കുടിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നെടുമൺകാവില് കുടുംബശ്രീക്കാരുടെ ഓണമേള നടക്കുന്നത് കണ്ടത്. ആദ്യം ഞാൻ അമ്മയെ കുറച്ച് നിർബന്ധിച്ചു. എന്റെ നിർബന്ധത്തിന് വഴങ്ങി അമ്മ അതിനകത്ത് കയറി. എനിക്കൊന്നും വേണ്ടേ എന്ന് പറഞ്ഞാണ് അമ്മ അകത്തേക്ക് വന്നത്. ആദ്യം തന്നെ ഞാൻ അമ്മയെ ചക്കവറ്റലിന്റെ അടുത്ത് കൊണ്ടുപോയി ഒരു കവർ അങ്ങ് വാങ്ങിപ്പിച്ച്. അവിടുന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ഫേവറേറ്റ് സെക്ഷൻസ് എത്തുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ദേ ഇരിക്കുന്ന ഇഞ്ചി, കപ്പ, അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അമ്മ ചേച്ചിമാരുടെ നിന്ന് കുറച്ച് ഇഞ്ചിയും അമ്മയ്ക്ക് പുഴുങ്ങി കഴിക്കാനായിട്ട് കുറച്ച് കപ്പയും, അമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കപ്പയൊക്കെ വാങ്ങിച്ചു വന്നു. പിന്നെ ഈ നിപ്പ് കണ്ടറിയാലോ അടുത്ത പോക്ക് എങ്ങോട്ടാണെന്ന്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിലിടാനായിട്ടൊരു ചെരുപ്പൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് സെക്ഷനിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. ഇതല്ല കേട്ടോ, ഇത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ അമ്മമാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സെക്ഷൻ ഉണ്ട്, പാത്രങ്ങളുടെ സെക്ഷൻ. അങ്ങോട്ടേക്കാണ് അമ്മയും പോകുന്നത്. അമ്മയുടെ കുറെ നാളുകൊണ്ടുള്ള പരാതിയാണ്, വീട്ടിലെ ചായപാത്രം തീരെ ചെറുതാണ്, ആരെങ്കിലും വന്നാൽ ഒരു 3-4 പേർക്കുള്ള ചായ ഒരുമിച്ചിടാൻ പറ്റില്ലെന്ന്. ആ പരാതി ഇന്നത്തോടെ അമ്മ തന്നെ അങ്ങ് തീർത്തു. ചായപാത്രം എടുത്ത് അങ്ങോട്ടേക്ക് നോക്കിയപ്പം അടുത്തൊരു സാധനം കണ്ടു, ചീനിച്ചട്ടി. നിങ്ങളുടെ വീട്ടിലേക്ക് ഇതിന് എന്താ പറയുന്നത്? അങ്ങനെ അവിടുന്ന് ചീനിച്ചട്ടിയും വാങ്ങിച്ച് ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു.